ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടുത്ത വീട്ടിൽ എൻ്റെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്ന് കാണിക്കാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ പയറാട്ടോ. അത്യാവശ്യം നീളത്തിനാണ് പയറുകൾ വളർന്നിരിക്കുന്നത്. ഒരു 3-4 കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം മെഴുക്കുമരട്ടിക്കുള്ളത് കിട്ടും കേട്ടോ. പിന്നെ കത്തിരിക്ക കേട്ടോ. അടുത്തത് കത്തിരിക്ക, ചെറിയ കത്തിരിക്ക കേട്ടോ. ഇത് വളരത്തില്ല, ഈ ഒരു സൈസ് അങ്ങ് മെയിൻറ്റെയിൻ ആയി പോകത്തേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൈസ്. അടുത്ത ക്യാബേജ് ആണ്. ക്യാബേജ് ഞങ്ങളിപ്പോൾ കയറിട്ട് കെട്ടി വെച്ചേക്കാണ്. ഒരു 3-4 ക്യാബേജോളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അകത്ത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാവേ. തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. വലിയ തക്കാളിയായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ വിളവ് തീർന്നതോടെ ഇപ്പോൾ ചെറിയ തക്കാളി ആട്ടോ വരുന്നത്. ഇതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീരയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലൈഫിൽ കിട്ടുവാണെങ്കിൽ ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ചീരയാണ്. അത് മാത്രമല്ല കണ്ണിന് ഭയങ്കര ഗുണമുള്ള ചീരയും കൂടാണ്. ഇതിൻ്റെ പേര് നിത്യവഴുതനങ്ങ കേട്ടോ. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കഴിക്കാറില്ല കേട്ടോ. എന്തോ എനിക്കിതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പിടിക്കാറില്ല. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും കഴിക്കാറുണ്ടോ, ഭയങ്കര ടേസ്റ്റ് എന്നാണ് അവർ പറയാറ്. ഇതിൻ്റെ പേര് സുന്ദരി ചീരയാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള എല്ലാ ചീരയ്ക്കും വെറൈറ്റി ഓഫ് നെയിംസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും ഭയങ്കര വേറെ കേട്ടോ. ഇത് വലിയ ഇതളായിട്ടാണ് വരാറ്. ഇത് പടവലങ്ങ കേട്ടോ. ഒരൊറ്റ പടവലങ്ങ വന്നിട്ടുള്ളൂ. അത് ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ, വളർന്നിട്ടില്ല ഇതുവരെയായിട്ടും. വളരെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ വീഡിയോയിലെ എല്ലാ പച്ചടിയും ഞങ്ങൾ ഈ കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കാറുണ്ട്. കുമ്പളങ്ങ ഇഷ്ടം പോലെ വന്ന് നിൽപ്പുണ്ട്, താഴെയും മുകളിലായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇതിൻ്റെ പേര് മണത്തക്കാളിയാണ് കേട്ടോ. ഇത് ഒത്തിരി ഗുണമുള്ള തക്കാളിയാണ്. കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ചേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.